രാജാവ് വരുന്നു, അവൻ എന്നേക്കും വാഴും. വെളിപ്പാട് 11:15. ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴുമെന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷമുണ്ടായി. യേശു ക്രിസ്തു നീതിയോടെ രാജ്യം ഭരിക്കുവാൻ വരുന്നു എന്നത് വിശുദ്ധ എഴുത്തുകാരുടെ ഉന്നതവും ദൃഢവുമായ ഒരു പ്രചോദനമായിരുന്നു. ഇസ്രായേലിലെ രാജാവിന്റെ മഹത്വത്തെയും അധികാരത്തെയും പറ്റി സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പാടി: ആകാശം സന്തോഷിക്കുകയും ഭൂമി ആനന്ദിക്കുകയും സമുദ്രവും അതിന്റെ നിറവും മുഴങ്ങുകയും ചെയ്യട്ടെ, വയലും അതിലുള്ളതൊക്കെയും ആഹ്ലാദിക്കട്ടെ. അപ്പോൾ കാട്ടിലെ സകല വൃക്ഷങ്ങളും ഉല്ലസിച്ച് ഘോഷിക്കും. യഹോവയുടെ സന്നിധിയിൽ തന്നെ അവൻ വരുന്നുവല്ലോ. അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു. ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശ്വസ്തയോടും കൂടെ വിധിക്കും. അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയും. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കുകയും തന്റെ ജനത്തിന്റെ നിന്ന സകല ഭൂമിയിലും നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. യഹോവയല്ലോ അരുളി ചെയ്തിരിക്കുന്നത് എന്ന് യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറയുന്നു. ശിഷ്യന്മാരിൽ നിന്ന് രക്ഷകൻ പിരിയുവാൻ സമയമായപ്പോൾ അവരുടെ ദുഃഖത്തിൽ അവരെ ആശ്വസിപ്പിക്കുന്നതിന് അവൻ വീണ്ടും വരുമെന്നുള്ള ഉറപ്പ് നൽകി. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്ന് യോഹന്നാന്റെ സുവിശേഷം 14:1-3 വരെ പറയുന്നു. യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഒലിവുമലയിൽ ചുറ്റിപ്പറ്റിയ ദൂതന്മാർ അവന്റെ മടങ്ങിവരവിന്റെ വാഗ്ദത്തം ശിഷ്യന്മാരോട് ആവർത്തിച്ചു. നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 1:11 പറയുന്നു: ആത്മപ്രേരിതനായി അപ്പോസ്തലനായ പൗലോസ് ഈ വണ്ണം സാക്ഷീകരിച്ചു: കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരും. പത്മോസ് ദ്വീപിൽ വെച്ച് വിശുദ്ധ യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞു: ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ദൈവം ലോകാരംഭം മുതൽ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താക്കുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. അപ്പോൾ ദീർഘനാളത്തെ തിന്മയുടെ ഭരണം തകർക്കപ്പെടും. ലോകരാജ്യത്ത് നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴുന്നവനായി നമ്മുടെ ഇടയിൽ ഒരു രാജാവായി വെളിപ്പെട്ടു വരും.